2026 നഴ്സസ് ഡേയോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഖ്യ അതിഥികളായ മിസ് സാറാമ്മ മാം, റഫീഖ് അഹമ്മദ് സർ ആൻഡ് മിസ് ഐശ്വര്യ കമല ആൻഡ് പ്രൊഫസർ ഡോക്ടർ ഷേർലി മാം and Amala College Assistant Professor and our Director Jabbar Sir and Vinod Sir, സദസ്സിലിരിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാ നേഴ്സുമാർക്കും നഴ്സിംഗ് സ്റ്റുഡൻസിനും എൻ്റെ നമസ്കാരം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ വിഷ് യു ഓൾ ഹാപ്പി ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ട വിഷയം നമ്മുടെ ഈ വർഷത്തെ തീമാണ്. അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവറിംഗ് നഴ്സസ് സേവ്സ് ലൈഫ്. ശാക്തീകരിക്കപ്പെട്ട നേഴ്സുമാർ ജീവനുകൾ രക്ഷിക്കുന്നു. എംപവറിംഗ് നഴ്സസ് സേവ്സ് ലൈഫ്. ആ ഒരു ശാക്തീകരിക്കപ്പെട്ട നേഴ്സുമാർ എന്ന വേർഡ് എങ്ങനെയാവുന്നത്? നമ്മളെ നേഴ്സുമാർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ശാക്തീകരിക്കപ്പെട്ട നേഴ്സുമാർ എന്ന് പറഞ്ഞാൽ എംപവറിംഗ് നേഴ്സസ്. എംപവറിംഗ് നേഴ്സസ് എങ്ങനെയാണ് നമ്മൾ എംപവേർഡ് നേഴ്സസ് ആകുന്നത്? എംപവേർഡ് നേഴ്സസ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് നോളജ്. നോളജ് മാത്രം മതിയോ? നമ്മളെല്ലാം നമ്മുടെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി, അല്ലെ റാങ്കോടുകൂടി പാസ്സായി. അത് മാത്രം മതിയോ? പോരാ. അതോടൊപ്പം നമ്മുടെ കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് ഇല്ല ഞാനെല്ലാം പാസ്സായി, ഡിസ്റ്റിങ്ഷൻ റാങ്ക് കിട്ടി, അത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇപ്പം എക്സാമ്പിൾ ഇതിനെക്കുറിച്ച് ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവനുകൾ രക്ഷിക്കുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കോഡ് ബ്ലൂ അനൗൺസ് ചെയ്യും ഇല്ലേ? കോഡ് ബ്ലൂ അനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു പേഷ്യൻ്റ് ഡിറ്റോറിയറേറ്റ് ആയി, അവർ കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോഡ് ബ്ലൂ അനൗൺസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ ഒരു ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവനുകൾ രക്ഷിക്കുന്നത്. നമുക്ക് നോളജ് മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് CPR സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഷിവർ ചെയ്യുക, എന്തെങ്കിലും നടക്കുമോ? ഇല്ല. നമുക്ക് അവിടെ നമ്മുടെ ജീവനുകൾ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. സോ നമുക്ക് എപ്പോഴും വേണ്ടത് നോളജാണ്. അതോടൊപ്പം കോൺഫിഡൻസ് വേണം. പിന്നെ നമ്മുടെ നഴ്സിംഗ് സ്കിൽ, ലീഡർഷിപ്പിന്റെ സപ്പോർട്ട്. ഇപ്പം ഞാൻ ആസ് എ CNO, ഇഫ് ഐ ആം നോട്ട് സപ്പോർട്ടിങ് മൈ നഴ്സസ്, ഒബ്വിയസ്ലി ദേ വിൽ നോട്ട് ബി എംപവർഡ്. ഇപ്പം NABH ആവട്ടെ, JCI ആവട്ടെ, അവരെല്ലാം കൂടുതൽ മുൻതൂക്കം നൽകുന്നത് എംപവറിംഗ് നഴ്സസിന്റെ പോളിസി തന്നെ ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത്? കാരണം മേ ബി പ്രീവിയസ്ലി അതില്ലായിരുന്നോണ്ടാവാം. ഇപ്പം നമ്മൾ ഒരു പേഷ്യൻറ്റിന് ഫീവർ വന്നു, നമുക്ക് ഡോക്ടറോട് ചോദിക്കാതെ ആ പേഷ്യൻറ്റിന്റെ കോമോർബിഡിറ്റീസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പേഷ്യന്റിന് ടാബ് പാരസെറ്റമോൾ നൽകാം. കോംപ്ലിക്കേഷൻ, ആ പേഷ്യന്റിന്റെ ഡയഗ്നോസിനെ കുറിച്ച് നമുക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ടാബ് പാരസെറ്റമോൾ ആ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. ആ പേഷ്യന്റിന് ടാബ് പാരസെറ്റമോൾ കൊടുക്കും, ആ പേഷ്യന്റിന് ടാബ് പാരസെറ്റമോളിൽ അലർജി ഉണ്ടായി, എന്ത് സംഭവിക്കും? ആ പേഷ്യന്റിന്റെ ലൈഫ് നമ്മൾ അവിടെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നോളജാണ്. അതോടൊപ്പം കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നഴ്സിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ആസ് എ ലീഡേഴ്സ് വി ഷുഡ് സപ്പോർട്ട് ദ നഴ്സസ്. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു കൺസെന്റ് ഇല്ലാതെ ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ടീം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, സർ നമുക്ക് ഈ പേഷ്യന്റിനെ ഇപ്പം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആ പേഷ്യന്റിന്റെ ഓപ്പറേഷനെ കുറിച്ച് രോഗിയോടും രോഗിയുടെ ബൈസ്റ്റാൻഡറിനോടും ആ ഡോക്ടർ തന്നെ പേഷ്യന്റിന്റെ കോംപ്ലിക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ പേഷ്യന്റ് ആ ഓപ്പറേഷന് വില്ലിങ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കോംപ്ലിക്കേഷൻസും എക്സ്പ്ലെയിൻ ചെയ്യണം. അതും എംപവറിംഗ് നഴ്സസിന്റെ പോളിസിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എംപവർമെന്റ് ഓഫ് നഴ്സസ്, ഏത് ഓഡിറ്റ് വന്നാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് നഴ്സുമാരോട്. ഓക്കെ, ഷോ മീ യുവർ എംപവർമെന്റ് പോളിസി, നഴ്സിംഗ് എംപവർമെന്റ് പോളിസി കാണിക്കൂ എന്ന് പറയും. അത് യൂഷ്വലി എല്ലാ നഴ്സുമാരോട് ചോദിക്കും. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? എല്ലാവരും ആ എംപവറിംഗ് നഴ്സസിനെ കൂടുതൽ മുൻതൂക്കം നൽകുന്നത് കൊണ്ടാണ്. അപ്പം ഈ ഒരു വേർഡ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ മെസ്സേജ് നിർത്തുകയാണ്. എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഇന്റർനാഷണൽ നഴ്സസ് ഡേ. താങ്ക് യു ഓൾ.